أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. صدق الله العلي العظيم. സൂറ ആലു ഇമ്രാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതിലവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമായ ദീൻ, അത് പൂർണ്ണമായിട്ടുള്ള അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു അതിനെ മാത്രമാണ് സ്വീകരിക്കുന്നത്. കിതാബ് നൽകപ്പെട്ടവർ കിതാബ് ലഭിച്ചതിന് ശേഷം, സത്യം വന്നു കിട്ടിയതിന് ശേഷം അവർ പരസ്പരമുള്ള കക്ഷി മത്സരം കൊണ്ടാണ് ഭിന്നിച്ചത്. അതുകൊണ്ട് അഹ്ലു കിതാബിനോടും ഉമ്മിയകളോടും ചോദിക്കുക, നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ? അവർ സമർപ്പിക്കുകയാണെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചവരാകും. ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ നിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കുന്ന ആളുകൾ, അതിനെ നിഷേധിക്കുന്ന ആളുകൾ. അതിനോടൊപ്പം യഖ്തുലൂന നബിയീന ബി ഗൈരി ഹക്കിൻ വ യഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, നീതി കൽപ്പിക്കുന്ന ആളുകളെയും പ്രവാചകന്മാരെയൊക്കെ വധിച്ച ആളുകൾ. അത് ജൂതരെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതുവരെ പറഞ്ഞു വന്നതും അവരുടെ ഒരു പശ്ചാത്തലത്തിലാണ്. തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് അവരെ മുൻനിർത്തിക്കൊണ്ടാണ്. മുത്തശാബിയാത്തിനെ പിൻപറ്റിക്കൊണ്ട് ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ. അതുപോലെ തന്നെ തുടക്കം മുതലേ പറഞ്ഞ കുഫർ ചെയ്യുന്ന ആളുകൾ. ബദർ യുദ്ധത്തിൽ പാഠമുണ്ട് എന്ന് പറഞ്ഞത് അവർക്കാണ്. ആല് ഫിറൗൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് നിഷേധം പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞതും അവരെക്കുറിച്ചാണ്. അവരുടെ സന്താനവും അവരുടെ ധനമൊന്നും അവർക്ക് ഉപകാരം ചെയ്യില്ല എന്നുള്ള കാര്യമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തി. ഒരുപാട് കിതാബ് നൽകപ്പെട്ട, വണ്ണമാക്കപ്പെട്ട തൗറാത്തൊക്കെ നൽകിയ ആളുകളും കിതാബിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു കളയുന്നു. എന്തുകൊണ്ടാണ്? ദാലിക ബിയന്നഹും ഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകളല്ലാതെ ഞങ്ങളെ തീ സ്പർശിക്കുന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഒരു നാളിൽ അവർ ഒരുമിച്ച് കൂട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ആ നാളിൽ ഓരോ നഫ്സും പ്രവർത്തിച്ചത് തുല്യമായിട്ട്, കൃത്യമായിട്ട് അതിൻ്റെ പകരം നൽകുന്നതാണ്. അങ്ങനത്തെ ഒരു നാൾ. ഫകൈഫ ഇദാ ജമഅനാഹു ലിയൗമിൻ ലാ റൈബ ഫീഹി വൗഫിയത്ത് കുല്ലു നഫ്സിൻ മാ കസബത്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മൂമിനുകളോട് പറഞ്ഞു, നിങ്ങൾ സത്യനിഷേധികളെ ഉറ്റമിത്രമാക്കരുത്, നിങ്ങൾ ജാഗ്രതയോടെ വർത്തിക്കുകയാണ് വേണ്ടത്. ഇല്ലാ തത്തഖു മിൻഹും തുഖാത്ത് വയുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു, അള്ളാഹു സ്വന്തത്തെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് വാണിംഗ് നൽകുന്നു. എന്താണ് സ്വന്തത്തെക്കുറിച്ച് നൽകുന്ന വാണിംഗ്? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, മുനാഫിക്കുകളോട് പറയുകയാണ്, ജൂതന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിനുള്ളിൽ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു കൊണ്ടുവരും. വയഅലമു മാഫി സമാവാത്തി വമാഫിൽ അർള്, അവൻ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അറിയുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ളറ, ഓരോ ആളും അവൻ പ്രവർത്തിച്ച ഹൈറായ കാര്യങ്ങൾ മുമ്പിൽ പ്രസൻ്റായത് കാണുന്ന ഒരു ദിവസമുണ്ട്. അതുപോലെ വമാ അമിലത്ത് മിൻ സൂഇൻ, തിന്മകൾ പ്രവർത്തിച്ചത് മുമ്പിൽ പ്രസൻ്റായിട്ട് കാണും. അന്നവരാഗ്രഹിക്കുന്നത് ഞങ്ങളും ഞങ്ങളുടെ തിന്മയും തമ്മിൽ അനേകം ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അവൻ അവനെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് വാണിംഗ് നൽകുകയാണ്. അതാണ് അള്ളാഹുവിൻ്റെ വാണിംഗ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അവൻ അബ്ദുകളോട് അങ്ങേയറ്റം ദയയുള്ളവനാണ്. തുടർന്ന് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്ന് റസൂലിനോട് പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അവൻ പുറത്തു തരും. അതിനുശേഷമാണ് പറഞ്ഞത്, ഖുൽ അത്തിഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, പിന്തിരിയുന്ന ആളുകളെ, കുഫർ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് അള്ളാഹു കടക്കുന്നതാണ്. ഇന്നല്ലാഹ് അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രിഫർ ചെയ്തു. ഇസ്തഫ അല എന്ന് പറഞ്ഞാൽ മേന്മ കാരണം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും പ്രിഫർ ചെയ്യുന്നതിനാണ് പറയുന്നത്. അലൽ ആലമീൻ, മൊത്തം മനുഷ്യരിൽ നിന്നും അള്ളാഹു പ്രിഫർ ചെയ്തു, അള്ളാഹു തെരഞ്ഞെടുത്തു. ഇസ്തഫ എന്ന വാക്കിൻ്റെ റൂട്ട് സഫുവ് എന്നാണ്. അസുലു സഫായി ഖുലൂസു ഷൈഇ മിന ശൂബ്. ഇമാം റാഗിബ് അസ്ഫഹാനി റഹ്മത്തുള്ളാഹി പറയുന്നത്, സഫായിൻ്റെ അസുല്
കലർപ്പിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന്, മിക്സിങ്ങിൽ നിന്നൊക്കെ മുക്തമാകലാണ്. അതിൽ നിന്നാണ് ഇസ്തിഫാ എന്ന വാക്കുണ്ടാകുന്നത്. അൽ ഇസ്തിഫാ തനാവുലു സഫുവിഷയ്, ഒരു വസ്തു എല്ലാ കലർപ്പിൽ നിന്നും മുക്തമാകലാണ്. അപ്പോൾ ഇസ്തഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പകർച്ചയിൽ നിന്നും മുക്തമാക്കി, എല്ലാ കലർപ്പിൽ നിന്നും മുക്തമാക്കി ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ്. അപ്പോൾ അള്ളാഹു പ്രിഫർ ചെയ്തു അലൽ ആലമീൻ, മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രിഫർ ചെയ്തു. അള്ളാഹു മാലിന്യത്തിൽ നിന്നൊക്കെ മുക്തമാക്കി ശുദ്ധീകരിച്ചെടുത്തു. ആരെയൊക്കെയാണ് എടുത്തത്? എല്ലാ മനുഷ്യരിലും ആദമിനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിനെ അള്ളാഹു ആദ്യം ചൂസ് ചെയ്തു, ആദമിനെ ചൂസ് ചെയ്തു. പിന്നെ അള്ളാഹു നൂഹിനെ സെലക്ട് ചെയ്തു. പിന്നെ അള്ളാഹു ഇബ്രാഹിം കുടുംബത്തെ സെലക്ട് ചെയ്തു. പിന്നെ അള്ളാഹു ഇമ്രാൻ കുടുംബത്തെ സെലക്ട് ചെയ്തു. ഇന്നല്ലാ അസ്തഫ ആദമ വനൂഹൻ വ ആല ഇബ്രാഹീമ വ ആല ഇമ്രാൻ അലൽ ആലമീൻ. മൊത്തം മനുഷ്യരിൽ അള്ളാഹു ഇവരെയൊക്കെയാണ് ചൂസ് ചെയ്തത്. ആദമിൻ്റെ ഖിസ്സ നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹു മനുഷ്യരെ സെലക്ട് ചെയ്തു, മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു മനുഷ്യനെ സ്വർഗത്തിൽ പാർപ്പിച്ചതും അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ബക്കറയിൽ നമ്മൾ പറഞ്ഞാണ്. മനുഷ്യനെ അള്ളാഹു സെലക്ട് ചെയ്തു. അതിനുശേഷം നൂഹ്, ബൈബിൾ പ്രകാരം ആദമിൻ്റെ 10ാം തലമുറയിൽ വരുന്ന ആളാണ് നൂഹ്. തോറയിൽ ആദമിൻ്റെ 3 പുത്രന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കായീന്, മറ്റൊന്ന് ഹാബീൽ. 3ാമത്തെ പുത്രനെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിൻ്റെ വംശപാരമ്പര്യം പറയുമ്പോൾ പരാമർശിക്കുന്നത് 3ാമത്തെ പുത്രനെ മാത്രമാണ്. ആ പുത്രൻ്റെ പേര് ഷീസ് എന്നാണ്. നമ്മൾ അദ്ദേഹത്തെ ഷീസ് നബി, ഷീസ് അലൈഹിസ്സലാം എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ്, ആദാമിൻ്റെ പുത്രന്മാരിൽ അദ്ദേഹത്തെ മാത്രമാണ് എടുത്തു പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 5ാമത്തെ അധ്യായത്തിൽ വംശപാരമ്പര്യം പറയുമ്പോൾ പറയുന്നത് ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 5ാം അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നത് ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ഷേത്ത് എന്ന് പേരിട്ടു എന്നാണ്. ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഇങ്ങനെയാണ് ആദാമിനെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം ഷീസ് അലൈഹിസ്സലാമിന് ഷേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ ജനിപ്പിച്ചു. പിന്നെ ഏനോഷിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരേദിനെ ജനിപ്പിച്ചു. യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെത്തൂശലഹിനെ ജനിപ്പിച്ചു. മെത്തൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഇങ്ങനെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ വംശപാരമ്പര്യം, ആദാമിൻ്റെ വംശപാരമ്പര്യം പറഞ്ഞിട്ട് അതിൽ 10ാമത്തെ തലമുറയിലാണ് നൂഹ് അലൈഹിസ്സലാം ജനിച്ചതായിട്ട് പറയുന്നത്. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് വഴിതെറ്റിയ ജനങ്ങളെ, അള്ളാഹുവിൽ നിന്നകന്ന ജനങ്ങളെ നിരന്തരമായിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അവരിൽ കുറച്ചു പേര് മാത്രം അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുകയും അള്ളാഹു അദ്ദേഹത്തോട് ഒരു പെട്ടകമുണ്ടാക്കി, ഒരു കപ്പലുണ്ടാക്കി, അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച ആളുകളൊക്കെ അതിൽ കയറ്റാനും, അങ്ങനെ ഭൂമിയിൽ വലിയൊരു പ്രളയമുണ്ടായി അദ്ദേഹത്തിൻ്റെ കൂടെ കപ്പലിൽ രക്ഷപ്പെട്ടവർ മാത്രം ബാക്കിയാവുകയും ചെയ്ത ഒരു സംഭവം. അത് ബൈബിളിലും ഖുർആനിലൊക്കെ ഉള്ളതാണ്. ഈ പ്രളയം ഭൂമി മുഴുവൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരുന്നോ, ജനങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരുന്നോ ഉണ്ടായത്? ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു രീതിയിലും നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഖുർആനിൽ ദുരിയത മൻ ഹമൽന മഅ നൂഹ്, നൂഹിൻ്റെ കൂടെ കപ്പലിൽ കയറിയ ജനങ്ങളെ, കപ്പലിൽ കയറിയ കുടുംബമേ എന്ന് ബനു ഇസ്രായേലിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ കയറിയ ജനമാണ് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു കുടുംബം. ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. സൂറ അൽ ഹദീദിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും നൂഹിനെയും കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വജഅൽനാ ഫി ദുരിയതിഹിമ അന്നുബൂവത വൽ കിതാബ്. അവർ രണ്ടുപേരുടെയും കുടുംബത്തിലാണ് അള്ളാഹു നുബൂവത്തും കിതാബും വെച്ചത് എന്ന് പറയുന്നുണ്ട്. വമിന്നും മുഹ്തദിൻ കസീറും മിന്നും ഫാസിഖൂൻ എന്ന് സൂറ അൽ ഹദീദിൽ പറയുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തും അള്ളാഹു നബിമാരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നൂഹ് അലൈഹിസ്സലാമിനെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. വൈദ് അഖദ്നാ മിൻ നബിയ്യീന മീസാഖഹും,
നബിമാരിൽ നിന്ന് കരാറ് വാങ്ങിയപ്പോൾ വമിങ്ക താങ്കളിൽ നിന്ന് കരാറ് വാങ്ങി, എന്നിട്ട് അതിനെ വിശദീകരിച്ച് പറഞ്ഞു വമിൻ നൂഹിൻ വ ഇബ്രാഹിമ വ മൂസ വ ഈസ, നൂഹിൽ നിന്നും ഇബ്രാഹിമിൽ നിന്നും മൂസയിൽ നിന്നും ഈസയിൽ നിന്നും വ മൂസ വ ഈസ ബിനു മറിയം. ഇങ്ങനെ ഈ 4 നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ എന്ന 4 പ്രവാചകരെ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. സൂറ ഷൂറയിൽ കാണാം ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാബിഹി നൂഹൻ, നൂഹിന് വസിയത്ത് നൽകിയ അതേ ദീനാണ് താങ്കൾക്ക് നിയമമാക്കിയത്. വല്ലതി ഔഹൈന ഇലൈക്ക വമാ വസ്വൈന ബിഹി ഇബ്രാഹിമ മൂസ വ ഈസ, അവിടെയും ഇബ്രാഹിമിനെയും മൂസയെയും ഈസയെയും അതിനു മുമ്പ് നൂഹിനെയും ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർത്ത് പറയുന്നത്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അദ്ദേഹം ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച ആളുകളെ അള്ളാഹു പറഞ്ഞു ഒരു കപ്പലുണ്ടാക്കി അതിൽ കയറ്റാൻ, അങ്ങനെ അവരെ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്ത കഥ മനുഷ്യചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നൂഹ് എന്നതിൻ്റെ തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ ബൈബിളിൽ തോറയിലുള്ളതുപോലെ വളരെ വിശദമായിട്ടുള്ള ഉൽപ്പത്തി വിവരണം കാണാൻ കഴിയില്ല. നൂഹിൻ്റെയൊക്കെ വംശപാരമ്പര്യവും വംശാവലിയും ജിനിയോളജി ബൈബിളിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആരുടെയും ജിനിയോളജി അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല. ബൈബിൾ പ്രകാരം നോഹിൻ്റെ 3 പുത്രന്മാർ, പെട്ടകത്തിൽ നിന്ന് രക്ഷപ്പെട്ട 3 പുത്രന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ 9-ാം അധ്യായത്തിൽ കാണാം പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫേത്തും ആയിരുന്നു. ഹാം എന്നവനോ കനാൻ്റെ പിതാവ്, കനാന്യരുടെ പിതാവായിട്ടാണ് ഹാം എന്ന പുത്രനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ മറ്റു പല ഗോത്രങ്ങളുടെയും പിതാവാണ് ഹാം. ഈ ഹാം ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവവും ഉൽപ്പത്തി 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നോഹ കൃഷി ചെയ്തു, അങ്ങനെ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിലെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് കുടുംബത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. അങ്ങനെ വസ്ത്രം നീങ്ങിക്കിടന്നപ്പോൾ ഹാം എന്ന പുത്രൻ, കനാന്യരുടെയൊക്കെ പിതാവ് എന്ന് പറഞ്ഞ ഹാം എന്ന പുത്രൻ നഗ്നത കണ്ടിട്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഈ ഒരു സംഭവമാണ് ഹാം എന്ന പുത്രൻ ശപിക്കപ്പെടാൻ കാരണമായത്. ഈ ഹാമിൻ്റെ ശാപം, കേഴ്സ് ഓഫ് ഹാം എന്നുള്ളത് മനുഷ്യചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. കാരണം കറുത്ത തൊലിയുള്ള ആളുകളെയൊക്കെ ഹാമിൻ്റെ പുത്രന്മാരായിട്ട് കാണുകയും അതുകൊണ്ട് ശപിക്കപ്പെട്ട മനുഷ്യരിൽപ്പെട്ടവരാണ് എന്നുള്ളതും അവരെ അടിമകളാക്കാം എന്നോ ഒക്കെ ഉള്ളതിന് ന്യായീകരണമായിട്ട് ഈ സംഭവം പറയാറുണ്ടായിരുന്നു. അടിമത്തത്തെ ന്യായീകരിക്കാം കേഴ്സ് ഓഫ് ഹാം ഉപയോഗിക്കാറുണ്ടായിരുന്നു. നൂഹിൻ്റെ 3 പുത്രന്മാരിൽ ഹാം എന്ന പുത്രൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നൂഹിൻ്റെ ഒരു പുത്രൻ്റെ പരാമർശമുണ്ട്. അതിൻ്റെ സംഭവം സൂറ അൽ ഹൂദിൽ പറയുന്നത് വഹിയ തെജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാലി വനാദാ നൂഹുൻ ഇബ്നഹു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ പെട്ടകം, ഭൂമിയിൽ മഴ പെയ്ത് പ്രളയമുണ്ടായി, നൂഹ് അലൈഹിസ്സലാമിൻ്റെ പെട്ടകം അതിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വനാദാ നൂഹുൻ ഇബ്നഹു, നൂഹ് തൻ്റെ മകനെ വിളിച്ച് പറയുന്നുണ്ട് യാ ബുനൈ അർക്കബ് മഅന എന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. വലാ തക്കും അൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ ഒപ്പം നീ ആകരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മകൻ കൂട്ടാക്കുന്നില്ല. മകൻ പറയുന്നത് ഏതെങ്കിലും ഒരു പർവ്വതത്തിൽ ഞാൻ അഭയം പ്രാപിച്ചോളാം എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നൂഹ് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, നിൻ്റെ വാഗ്ദാനം സത്യമാണല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്നത് കാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്നാണ്. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമിൻ, നിനക്ക് ഇൽമില്ലാത്ത കാര്യം നീ ചോദിക്കണ്ട, അവൻ ഗൈറു സ്വാലിഹാണ്, അവൻ സൽക്കർമ്മിയല്ല, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകാത്തവരൊന്നും നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരല്ല. അപ്പോൾ സ്വന്തം മകനായാൽ പോലും അവനെ അഹിലിൽ പെടുത്തുന്നില്ല, കുടുംബത്തിൽ പെടുത്തുന്നില്ല. അതുകൊണ്ട് നൂഹിൻ്റെ കുടുംബം എന്ന് പറയുന്നത് സ്വന്തം മകൻ ഒഴികെയുള്ളതാണ്, അവൻ ഗൈറു സ്വാലിഹാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഈ മകൻ ഉൾപ്പെടെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകാത്ത ആളുകളൊക്കെ പ്രളയത്തിൽ നശിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന വിവരണം. എന്നാൽ ബൈബിളിൽ അവശേഷിക്കുന്ന 3 പുത്രന്മാരിൽ ഒരു പുത്രനായ ഹാമാണ് കോപത്തിനിരയാകുന്നത്. ആ പുത്രനാണ് ശപിക്കപ്പെടുന്നത്. ആ പുത്രൻ്റെ വംശാവലിയിൽ വരുന്ന ജനതകളൊക്കെയാണ് ശപിക്കപ്പെട്ടവരായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ വിശദീകരിക്കുന്ന ആലു ഇമ്രാൻ്റെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇന്നല്ലാഹു അസ്തഫ ആദമ, അള്ളാഹു ആദമിനെ സെലക്ട് ചെയ്തു, വനൂഹൻ നൂഹിനെയും, വാല ഇബ്രാഹിമ ഇബ്രാഹിം കുടുംബത്തെ. ഇബ്രാഹിം കുടുംബത്തെക്കുറിച്ച് സൂറ അൽ ബഖറയിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇബ്രാഹിമിനാണ് മനുഷ്യരിൽ ഇമാമത്തെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു അമീൻ ദുരിയത്തി, എൻ്റെ കുടുംബത്തിനും ഇമാമത്ത് നൽകണേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു അക്രമികളായ ആളുകൾ ഒഴികെ
നിൻ്റെ കുടുംബത്തിൽ ഇമാമത്ത് ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. അങ്ങനെ ബനു ഇസ്ഹാക്കിൻ്റെയും ബനു ഇസ്മായിലിൻ്റെയും പരമ്പരയിൽ വരുന്ന പ്രവാചകന്മാർ, അതാണ് ആലു ഇബ്രാഹിം. പിന്നെ അള്ളാഹു പറഞ്ഞു ആല ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തെയും മൂസയുടെയും ഹാറൂൻ്റെയും കുടുംബത്തെയും അള്ളാഹു സെലക്ട് ചെയ്തു. അലൽ ആലമീൻ, ജനങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ അള്ളാഹു പ്രിഫർ ചെയ്ത് സെലക്ട് ചെയ്തു. സുരിയത്തം ബാലുഹാ മിംബാൽ, ഇതൊക്കെ പരസ്പരം ഒന്ന് മറ്റൊന്നിൻ്റെ കുടുംബമാണ്. ആദം സന്തതികളിൽപ്പെട്ട നൂഹിനെ സെലക്ട് ചെയ്തു. ആ സന്തതികളിൽപ്പെട്ട നൂഹിൻ്റെ അവശേഷിച്ച ആളുകളിൽപ്പെട്ട ഒരു കുടുംബത്തെ ആലു ഇബ്രാഹിമിനെ സെലക്ട് ചെയ്തു. ആലു ഇബ്രാഹിമിൽ നിന്നും ആലു ഇമ്രാനെ അള്ളാഹു സെലക്ട് ചെയ്തു. ദുരിയത്തം ബാലുഹാ മിംബാൽ എന്നതിൻ്റെ വിശദീകരണം അതാണ്. അള്ളാഹു സമീഉൻ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. തുടർന്ന് പറയുന്നത് ആലു ഇമ്രാൻ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, മറിയം അലൈഹിസ്സലാമയുടെ ഉമ്മയായ ഹന്ന, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തതും മറിയം അലൈഹിസ്സലാമയുടെ പിറവിയും തുടർന്ന് ഈസാ അലൈഹിസ്സലാമിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.